പറയാൻ പാടില്ല എന്നാണ് നമ്മുടെ സർക്കുലർ അനുസരിച്ച്. അതിൻ്റെ അവസാന നിമിഷമാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ അവസാന നിമിഷം സാറ് വിളിച്ച സമയത്ത് ഞാൻ സാറിനെ കോൺടാക്ട് ചെയ്ത സമയത്ത് സാർ ഒരു ബ്ലോക്കിൽ പെട്ട് കിടക്കുകയായിരുന്നു. അപ്പം സാറ് എന്നോട് പറഞ്ഞത് ടീച്ചറെ ഞാൻ ഒത്തിരി ലേറ്റ് ആവും എന്ന് പറഞ്ഞു. പക്ഷെ അന്നേരവും ഞാൻ സാറ് ലേറ്റ് ആവുന്നതനുസരിച്ച് കുട്ടികളിങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ അവർ ആ ഒരു രീതിയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ വീണ്ടും വീട്ടിൽ പോകണമെന്നുള്ളൊരു ചിന്തയിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊരു ക്ലാസ്സിനെ അത് അഫക്റ്റ് ചെയ്യും, ഇങ്ങനെയൊക്കെ ഒരു ടെൻഷനായിരുന്നു എനിക്ക്. ഞാൻ ക്ലാസ്സിൽ അതിനകത്തുള്ളൊരു ക്ലാസ്സുമായിരിക്കും. അപ്പം നിങ്ങൾ രാവിലെ നമ്മൾ പോയിട്ട് തിരിച്ച് വന്നതിൻ്റെ ആ ഒരു ക്ഷീണം കൊണ്ട് വേറെ നിറച്ച് ഫുഡ് കഴിച്ചിട്ടിരിക്കുകയാണ്, ഇന്ന് ഉറക്കം തൂങ്ങിയായിരിക്കും പോകുന്നത്, ഈ ഒരു ചിന്തയായിരുന്നു. പക്ഷേ ക്ലാസ് നടത്താനായിട്ട് ഞാൻ സാറിനെ വിളിച്ചപ്പോൾ സാർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ടീച്ചറെ എനിക്ക് കുറച്ച് കുട്ടികളെ ഇങ്ങനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് അവരെ ലീഡേഴ്സിനെയൊക്കെ കൊടുത്ത് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്കിൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർക്ക് കുറച്ച് ഗ്രൂപ്പ് ആക്ടിവിറ്റിയെ കൊടുത്ത് അങ്ങനെ ഒരു ക്ലാസ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും സൗകര്യമുണ്ടോ? അത് കേട്ടപ്പോഴത്തേക്കും എൻ്റെ മനസ്സ് തണുത്തു. കാരണം നിങ്ങൾ ഓക്കെ, അപ്പോൾ സാറ് പറഞ്ഞ പോലെ അസാപ്പിൻ്റെ ആ ഒരു രീതി ക്രമീകരിച്ചിരിക്കുന്നത് തന്നെ ഈ രീതി. പക്ഷേ അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ നോളജ് ഇല്ല. സാർ ഇങ്ങനെ പറഞ്ഞപ്പോഴും അതുപോലെ ഈ സാറിൻ്റെ സർട്ടിഫിക്കറ്റ് കണ്ടപ്പോഴാണ് ഇങ്ങനെയൊക്കെ കോഴ്സുകൾ ഉണ്ടെന്ന് പോലും സത്യം പറഞ്ഞാൽ ഞാൻ അറിയുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് സ്കൂളുകളിലില്ല, നിർത്തിയായിരുന്നു. അതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഒരു സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു അറിവില്ലായിരുന്നു. ഇത്രയും നല്ല രീതിയിൽ നിങ്ങളെല്ലാവരെയും ഈ ഒരു തിരിച്ചു പോകണം എന്നുള്ളൊരു ലെവലിൽ നിൽക്കുമ്പോൾ പോലും ഇങ്ങനെ ഇവിടെ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത്, അത് സാറിൻ്റെ ആ ഒരു ക്ലാസ്സിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ നമ്മുടെ ആദ്യത്തെ സ്കൂളിൻ്റെ തന്നെ ഒരു പ്രോഡക്റ്റാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനേജ്മെൻറ്റിലെ ടീച്ചേഴ്സിൻ്റെ തന്നെ ഒരു പ്രോഡക്റ്റാണ് ഇദ്ദേഹം. അപ്പോൾ അത് പറയുന്നതിൽ ഞാൻ ഏറെ അഭിമാനം കൊള്ളുന്നു. ഇങ്ങനെ ഒരു ക്ലാസ് ഇവിടെ നമുക്ക് എടുത്ത് തന്നതിന് സാർ നേരത്തെ പറഞ്ഞു ഓരോരുത്തരുടെയും സമയം വിലപ്പെട്ടതാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ഞങ്ങളിപ്പോൾ കാണുന്നത് സാറിൻ്റെ വിലപ്പെട്ട സമയം തന്നെയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം, അതായത് എഫാപ്പ് പോലെയുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ടെന്നും അതിൽ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ എടുത്തു തരത്തക്ക രീതിയിലുള്ള ആളുകളെ ട്രെയിൻ ചെയ്യുന്ന ഒരു രീതിയാണുള്ളതെന്നൊക്കെ മനസ്സിലാക്കി തന്നതിനും ഇത്ര ഒരു ക്ലാസ് നല്ല രീതിയിൽ നമുക്ക് ഈ കുട്ടികളെ തിരിച്ചു വിടുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തിട്ട് കുട്ടികൾ ഇവർ തിരിച്ചു വരേണ്ടതാണ്. അപ്പോൾ തിരിച്ചു വരാനായിട്ടുള്ള ഇൻട്രസ്റ്റ് കൂട്ടുന്ന രീതിയിൽ, താല്പര്യം കൂട്ടുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റി സെഷൻ തന്നെ ഞങ്ങൾക്ക് തന്നതിനും സാറിന് ഒരുപാട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇവരോടും പറയാനുണ്ട്. നമ്മൾ ഇന്നിവിടുന്ന് പോകുവാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടാ സാർ കുറച്ച് നിർദ്ദേശങ്ങളാണ്.